എതിർപ്പുകൾ ഉണ്ടായോ? എതിർപ്പുകൾ ആയിഷയുടെ ഈ വിവാഹം ഡൽഹിയിൽ വെച്ച് നടക്കുന്നു, വലിയ വാർത്തകളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ ലക്ഷദ്വീപ് വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും പടങ്ങൾ വരുന്നു, നിങ്ങൾ ഒരുമിച്ചുള്ള പടങ്ങളല്ല ചേർത്ത് വെച്ചുള്ള പടങ്ങൾ വരുന്നു. ആയിഷ വിവാഹം ചെയ്തു എന്ന് വാർത്തകൾ വരുന്നു. ഞാൻ ഒന്ന് ആയിഷയെ വിളിച്ചിരുന്നു, സംസാരിച്ചതാണ്. പക്ഷേ ആയിഷ പറഞ്ഞു ഇത് ഇപ്പോൾ വാർത്തയ്ക്കല്ല, എനിക്കൊരു വലിയ കല്യാണം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇത് വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷദ്വീപിൽ എതിർപ്പുകൾ ഉണ്ടായോ? ആയിഷ ഇങ്ങനെ പോയല്ലോ. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ. എനിക്ക് വന്ന മെസ്സേജും കോൾസും ഒക്കെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പല ആൾക്കാരോടും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരൊക്കെ കോണ്ടാക്ട് ചെയ്തു. കാരണം ഞാനായിട്ട് പറയുന്നതാണല്ലോ അതിൻ്റെ മര്യാദ എന്ന രീതിയിൽ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ ആദ്യം പറഞ്ഞത് അൽഹംദുലില്ലാ. ഇങ്ങനെ എനിക്ക് അനുഭവമുണ്ട്. പിന്നെ അതേപോലെ എനിക്ക് വന്ന മെസ്സേജുകളൊക്കെ ആളെ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൾ വർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ. അതുകൊണ്ട് തന്നെ അയാൾക്ക് വന്ന മെസ്സേജും അങ്ങനെയാണ്. നമ്മൾ ഷെയർ ചെയ്യുമല്ലോ, പുള്ളിക്ക് എത്ര മെസ്സേജ് വന്നു, എന്തൊക്കെ മെസ്സേജ് എല്ലാവരും. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ സ്റ്റാറ്റസ് ഇട്ടു ഞങ്ങൾക്കൊരു അളിയനും കിട്ടിയത്. അപ്പം അളിയനായിട്ട് കാണുന്ന ഒരു വിഭാഗം ആളുകളെ ഞാൻ അവിടെ കണ്ടു. പ്രതീക്ഷിച്ച പോലെ ഞാനും പ്രതീക്ഷിച്ച ഒരു ഭയങ്കരമായിട്ട് ആൾക്കാർ പൊട്ടിത്തെറിയായിരിക്കും ഉണ്ടാവുക. പക്ഷെ അവരൊക്കെ ഇത് അംഗീകരിച്ചു എന്നുള്ളത് എന്നെ ഭയങ്കര സന്തോഷിപ്പിച്ചു. മേ ബി ചിലപ്പോൾ അത് എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കില്ല, എന്നെക്കാൾ കൂടുതൽ പുള്ളീനെ അവർ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇത് അവതരിപ്പിച്ചത് എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ വീടാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം സപ്പോർട്ട് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ് ഞങ്ങളുടെ ഇത് കല്യാണത്തിലേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ വളരെ നല്ല രീതിയിലാണ് എന്നെ കണ്ടത്. പിന്നെ എന്നെ പറ്റിയൊക്കെ അവർക്ക് അറിയാം, പുള്ളി പോകുമ്പോൾ ഒക്കെ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും, എനിക്ക് എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെയൊക്കെയാണ് ഇന്നിപ്പം ഈ ഗൂഗിളിൽ തന്നെ എന്നെപ്പറ്റി അറിയാലോ. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന കാര്യം എന്താണ്? ഇവള് പാകിസ്ഥാൻകാരിയാണ്, എൻ്റെ പേരുള്ള ഫേക്ക് വിക്കിപീഡിയ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നൊരു ഫാമിലി ആവണം നമ്മളെ ഉൾക്കൊള്ളുക അല്ലേ. അതേപോലെ എല്ലാം അറിഞ്ഞ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നൊരു ഫാമിലിയാണ് അവർ. അതുകൊണ്ട് എനിക്ക് അവിടെ അധികം സംസാരിക്കേണ്ടി വന്നില്ല. അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന ഒന്നുമില്ല. പിന്നെ ആളുടെ ഫാമിലിയൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്കൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ രണ്ടുപേര് തമ്മിലുള്ള ഇഷ്ടം, ഞങ്ങൾ രണ്ടുപേരും പക്വതയുള്ള സ്ത്രീ പുരുഷന്മാരാണ്. അല്ലാതെ നമ്മൾ ചെറിയ കുട്ടികൾ 20 വയസ്സുള്ളതോ അല്ലെങ്കിൽ 18 വയസ്സുള്ള ചെറിയ കുട്ടികളുടെ പ്രേമമൊന്നും അല്ലല്ലോ. ഉമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സമയമെടുത്തു? എൻ്റെ ഉമ്മയുടെ കാര്യത്തിൽ ഉമ്മാനോട് ഞാൻ ആദ്യം പറഞ്ഞു, ഉമ്മ ഇങ്ങനെ എനിക്കൊരു ഇഷ്ടമുണ്ട്, ഇന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് എന്താ പറഞ്ഞാൽ എൻ്റെ കല്യാണം പെട്ടെന്ന് നടക്കണമെന്നുള്ളതാണ്. ഉമ്മ ആഗ്രഹിക്കുന്നത് ഞാൻ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഉമ്മനെ മാനസികമായിട്ട് ഉമ്മാക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ അറിയുന്ന എൻ്റെ ബന്ധുക്കളോടും അതേപോലെ സുഹൃത്തുക്കളോടും ഉമ്മ കരഞ്ഞു പറഞ്ഞതായിട്ടൊക്കെ ഞാൻ അറിയാറുണ്ട്. അപ്പോൾ പിന്നെ ഞാനും ആലോചിച്ചു എന്തായാലും ഉമ്മക്കിത് സന്തോഷമാവും എന്നുള്ളത്. ഉമ്മ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ദീപെന്ന് തന്നെ ഉമ്മയുടെ സുഹൃത്തുക്കൾ വിളിച്ച് എന്നോട് പറയാം, നീ കല്യാണം കഴിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഉമ്മയാണെന്ന്. ഉമ്മയുടെ പൊരുത്തം ഉണ്ടിക്ക. പിന്നെ നമ്മുടെ വീട്ടിൽ പല കുടുംബങ്ങളുണ്ടല്ലോ, ഉമ്മയുടെ വീട്ടുകാർ, വാപ്പയുടെ വീട്ടുകാർ, അങ്ങനെ കുടുംബങ്ങളുണ്ട്. ചിലപ്പോൾ ആയിഷയുടെ ഒരു വളർച്ചയിൽ അസൂയപ്പെടുന്നവരുണ്ടാകും, അല്ല ആയിഷയുടെ ഒരു പോരാട്ടത്തിൽ കൂടെ നിൽക്കാൻ കഴിയാത്തവരുണ്ടാകും. അത് പാർട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട്. അത്തരം ആളുകൾ ഈ വിവാഹം വന്നപ്പോൾ എതിർത്തിട്ടുണ്ടോ? ഇല്ല, എതിർത്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഫൈസലിൻ്റെ കുറച്ച് ടീം, നേരത്തെ MP ആയിരുന്ന, ഇന്ന് ex-MP ആയിരുന്ന ഫൈസലിൻ്റെ കുറച്ച് ടീമുകൾ ഈ സംഗീത് ചാനലിൽ വരുന്ന വീഡിയോ തന്നെ ഡൗൺലോഡ് ചെയ്ത് അത് പ്രചരിപ്പിക്കുന്നത് കാണാം. ആ ഒരു പ്രചാരണം ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാൻ അവർക്ക് ഇന്ന് കൃത്യമായിട്ട് മറുപടിയും കൊടുത്താണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ സംഘികൾ ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു. കാരണം ഈ ഫൈസലിൻ്റെ അനിയൻ ഒരാളുണ്ട്, അയാളുടെ ഒരു ഓഡിയോ ഒരിക്കൽ ഇലക്ഷൻ സമയത്ത് ലീക്കായതാണ്. അതിൽ പറയുന്നുണ്ട് RSS നല്ല പാർട്ടിയാണ്, RSSന് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം RSSനെയും സംഘികളെയും ഏറ്റവും കൂടുതൽ താങ്ങിപ്പിടിക്കുന്ന ഫൈസലിനെ പോലുള്ള ആൾക്കാരും ഫൈസലിൻ്റെ ടീമിനും ഇത് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കും ജനങ്ങളുടെ ഇടയിൽ. ചുമ്മാ വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുടെ, ഇപ്പോൾ കേരളത്തിൽ സംഘികൾ ചെയ്യുന്ന പോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുടെ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇത് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ NCPSൽ തന്നെയുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, ഒരുപാട് നമുക്കറിയാവുന്ന എൻ്റെ വാപ്പാടെ സുഹൃത്തുക്കളായിക്കോട്ടെ,
വാപ്പ ആ പാർട്ടിക്കാരനായിരുന്നല്ലോ. വാപ്പാടെ സുഹൃത്തുക്കളായിക്കോട്ടെ, ഉമ്മാടെ സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ NCPSൽ ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോളെ നന്നായി, കല്യാണം കഴിച്ചത് നന്നായി, ഉമ്മാക്ക് സന്തോഷം ഉണ്ടാവും, വാപ്പ ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതേ പാർട്ടിക്കാർ, ഈ ഫൈസലിൻ്റെ കുറച്ച് ആൾക്കാർ, അതായത് ഫൈസലിനെ ഭക്തനായിട്ട് കാണുന്ന കുറച്ച് ഭക്തിമൂത്ത ആരാധകരുണ്ടല്ലോ. ഫൈസൽ എന്തോ രാജാവാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങിയെടുക്കുകയല്ല, അയാളുടെ ആ ഭക്തി കൊണ്ടിരിക്കുന്ന കുറേ ചങ്ങായിമാർ അയാളുടെ കൂടെ നിന്ന് ഈ ഇത് പ്രചരിപ്പിക്കുന്നു. MP എന്ത് പറഞ്ഞു? MP ഭയങ്കര സപ്പോർട്ടായിരുന്നു. MP എന്നെ കോൾ ചെയ്തു, എന്നെ ക്ഷണിച്ചു, അവരെ വീട്ടിലേക്ക് വരണം. ഡൽഹിയിലുണ്ടല്ലോ പുള്ളി ഇപ്പോൾ ഡൽഹിയിൽ അവരുടെ വീട്ടിലേക്ക് വരണം, ഞങ്ങൾക്ക് ഫുഡൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട്, വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ സമയം കിട്ടിയില്ല, ആൾക്കും സമയമില്ല, എനിക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് വരണം, അങ്ങനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഇങ്ങനെ രഹസ്യമായിട്ട് കൊണ്ടുനടക്കാൻ തീരുമാനിച്ചെന്തായാലും ഇത്രയും സ്വകാര്യതയാണല്ലോ എന്തിനും. സ്വകാര്യത ഇല്ലെങ്കിലേ നമ്മളെ ലൈഫിൽ ഇതേപോലെ ഇപ്പം ഞാൻ പറയാം, ഒരു മുട്ടായിയുടെ കവറ്, രണ്ട് മുട്ടായി എടുക്കുക, അത് കവറിൽ പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. പൊതിഞ്ഞ് വെക്കുമ്പോൾ അതിൽ ഉറുമ്പരിക്കില്ല അല്ലേ? പക്ഷെ പൊതിയാതെ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പരിക്കും. ഇത് തന്നെയല്ലേ ജീവിതം. നമ്മളത് പൊതിഞ്ഞ് വെക്കുമ്പോൾ നമുക്കൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ട്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കേണ്ട കാര്യം? എന്തിനാണ് നമുക്ക് അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്? നമ്മൾ സന്തോഷമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്നും ഞാൻ ലക്ഷദ്വീപിൻ്റെ കാര്യത്തിലൊന്നും ചെയ്യാതിരുന്നിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്യുന്നുണ്ട്, നമുക്കൊരു ലൈഫും ഉണ്ട്, സന്തോഷമാണെങ്കിൽ നമ്മൾ അതല്ലേ നോക്കുള്ളൂ. അത് രഹസ്യമാക്കി വെക്കാൻ ഉദ്ദേശിച്ച സത്യത്തിൽ. പക്ഷെ പരസ്യമാവെന്ന് ഓർത്തില്ല. പരസ്യമാവെന്ന് ഓർത്തില്ല, പക്ഷെ ഇത് ഇത്ര വൈറലാവുമെന്ന് ഞാൻ ഓർത്തില്ല. ഇതിപ്പോൾ എവിടെ തുറന്നാലും എനിക്കൊരു ചാള യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ട്രോളന്മാരൊക്കെ കൂടി ലക്ഷദ്വീപിൽ അവരൊക്കെ തുടങ്ങിയൊരു ഗ്രൂപ്പ്. അതിനകത്ത് അവർ പറയും, എവിടെ തുറന്നാലും ഇപ്പം നിൻ്റെ ഇതാ കാണുന്നത്, ഞങ്ങൾക്കിനി ഇതുകൊണ്ട് ഇരിക്കപ്പുറതില്ലാത്ത അവസ്ഥ, ഇത് എപ്പോഴാണോ നിൽക്കുന്നത്, ഈ അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതൊരു വലിയ വിവാഹമാക്കണമെന്ന് ആഗ്രഹമില്ല. ഇപ്പം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു, രജിസ്റ്റർ മാരേജ് ആയിട്ട് കഴിഞ്ഞു. ഐഷയെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുടെ പേര് പറഞ്ഞല്ലേ. കുറച്ച് ആളുകൾ മാത്രമേ എതിർക്കും. ലക്ഷദ്വീപിലുള്ള ഒത്തിരി ആളുകൾ ഐഷ ഇഷ്ടപ്പെടുന്നുണ്ട്, കേരളത്തിൽ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരൊക്കെ വിളിച്ചൊരു വലിയ ഫംഗ്ഷൻ ആക്കണമെന്ന് ആഗ്രഹമില്ലേ? വലിയ ഫംഗ്ഷൻ എന്നുള്ളതല്ല, വലിയ ഫംഗ്ഷനോടൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം എൻ്റെ ലൈഫിൽ വിളിച്ച് എനിക്കൊരു എല്ലാവരെയും കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ പറയുന്നുണ്ട്. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട്, ഇപ്പോൾ അവർ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി പറയുന്നുണ്ട് അവർക്കൊരു റിസപ്ഷൻ നടത്തണം, എൻ്റെ ഉമ്മ പറയാറുണ്ട് അവർക്കൊരു റിസപ്ഷൻ നടത്തണം. അങ്ങനെ ഇവരൊക്കെ സംസാരിക്കുമ്പോഴും പേഴ്സണലി എൻ്റെ ഒരു ഇഷ്ടം പറയട്ടെ, എൻ്റെ ഇഷ്ടം സത്യം പറയാലോ, എനിക്ക് ഒന്നിനോടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാനിങ്ങനെ. അതും ഇക്കാക്കറിയാം, ഇക്കൊക്കെയാണ് ചാനലിലായാലും ഓരോ കാര്യങ്ങൾക്ക് എന്നെ ഇൻ്റർവ്യൂ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നത്. എനിക്ക് ഒന്നിനും ഒരു താല്പര്യമില്ലാണ്ട് ഞാനിങ്ങനെ മാറിയിരിക്കുന്ന ഒരാളാണ്. നമ്മൾ ഒരു സ്വകാര്യമായിട്ടുള്ള ജീവിതം സന്തോഷത്തോടു കൂടെ കൊണ്ടുപോകണം. പിന്നെ വലിയ പാർട്ടി, വലിയ രീതിയിൽ ആർഭാട ലൈഫേ എനിക്ക് ഇഷ്ടമേ അല്ല. അത് ആർഭാട ജീവിതം കൊണ്ട് എനിക്കൊന്നും നേടാനില്ല, അല്ലെങ്കിൽ ആരുടെ മുമ്പിൽ എന്ത് കാണിക്കാനാണ്. അതുകൊണ്ട് ആർഭാടമായിട്ട് നടത്തുന്നത് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇപ്പോൾ ഉമ്മ പറയുന്ന ഉമ്മക്കൊരു റിസപ്ഷൻ എങ്കിൽ ഇപ്പോൾ DLFൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൽ എല്ലാവരെയും വിളിച്ചിട്ട് ചെറുതായിട്ടൊരു റിസപ്ഷൻ നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഫുഡൊക്കെ. ലക്ഷദ്വീപിൽ തീർച്ചയായിട്ടും, ലക്ഷദ്വീപ് എന്ന് പറയുന്നത് 10 ദ്വീപും കിടക്കുന്നത് 10 സ്ഥലത്താണ്. ചിന്നി ചെതറി കിടക്കുന്നതാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് മൊത്തത്തിൽ. അപ്പോൾ ഒരു ഐലൻഡിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഐലൻഡിൽ നിന്നും ആൾക്കാർ വരണം. എല്ലാ ഐലൻഡിലും നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാരാണ്, ഒരു ദ്വീപിൽ മാത്രമല്ല എനിക്ക് ആളുകളുള്ള. അപ്പം എല്ലാ ഐലൻഡുകാരെയും വിളിച്ചിട്ട് നടത്താൻ പറ്റുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏത് സ്ഥലത്ത് എങ്ങനെ വെക്കണം എന്നുള്ള ഞാനത് ചിന്തിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ചിന്തിക്കേണ്ടി വരേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ ചിന്തിക്കണം, അതെങ്ങനെ പ്രാക്ടിക്കലാക്കി കൊണ്ടുപോകാൻ പറ്റും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.